അമേരിക്കൻ വീണ്ടും വണ്ടികളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വണ്ടികളുമായിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ ആണ്. കണ്ടന്റുകൾ വീഡിയോ ചോദിക്കുന്നവർക്ക് ഇതാ വെറൈറ്റി കണ്ടന്റ് തന്നെയാണ്. സ്റ്റേ ട്യൂൺ, വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. ഇവിടെ അങ്ങ് അമേരിക്കയിൽ കാലാവസ്ഥയൊക്കെ മാറി മാറി വരികയാണ്. ഇപ്പൊ നല്ല മഴയാട്ടോ. മഴ ഒന്ന് ചെറുതായിട്ട് തോർന്നപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. തണുപ്പായിരുന്നു, മരങ്ങളുടെ ഇലയൊന്നും ഇല്ലാന്ന് കണ്ടാൽ അറിയാം. സമ്മർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ സമ്മർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് നമ്മളൊരു വെറൈറ്റി കണ്ടന്റ് ഞാൻ ഒറ്റയ്ക്ക് കണ്ടാൽ മതി, നിങ്ങളെയും കാണിക്കാമല്ലോ. വെറൈറ്റി എന്ന് പറയുന്നത് എന്താണല്ലേ, അങ്ങ് നമ്മളെ ഇന്ത്യയിൽ മലകളും കുന്നുകളും സമുദ്രവും ഒക്കെ താണ്ടി ഒരു മലയാളി ഇത്രയും ദൂരം, അതും ഇന്ത്യൻ നിർമ്മിതമായ മഹേന്ദ്ര സ്കോർപിയോ ഓടിച്ചിങ്ങ് വരിക എന്ന് പറയുമ്പം നമ്മളെ മീറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? പുള്ളി കാനഡ എല്ലാം ക്രോസ് ചെയ്ത്, മിഡിൽ ഈസ്റ്റ് ക്രോസ് ചെയ്ത്, യൂറോപ്പ് എല്ലാം ക്രോസ് ചെയ്ത്, കാനഡ ക്രോസ് ചെയ്ത് ഇപ്പം ഇങ്ങ് അമേരിക്കയിലോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നാളെ നമ്മളിവിടെ ഫിലിയിൽ ബ്രദർലി ലവ് എന്ന് പറയുന്ന ഫിലഡൽഫിയ കൂടി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്കൊരു മീറ്റ് ചെയ്തേക്കാം. ഞാൻ മാത്രം കണ്ടപ്പോൾ നിങ്ങളും കാണണ്ടേ, അല്ല ഇവിടെ ഉള്ള എല്ലാവരും കാണണ്ടേ എന്താണ് എങ്ങനെയാണ് തൻ്റെ യാത്ര എന്നൊക്കെ. അപ്പം മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞ ഒരു 30കാരനാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്നത്. കൂടാതെ ഇന്ത്യയിൽ ഒരു മഹേന്ദ്ര സ്കോർപിയോ വരുമ്പോൾ അമേരിക്കയിലെ കൊമ്പന്മാർ വെറുതെ വിടാൻ പറ്റുമോ? ഫിലി 4x4 ഗ്യാങ്ങും ഉണ്ട്. ഗ്യാങ്ങുമായിട്ട് ഒന്നിച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അവരുമായിട്ടൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇവന്റ് ആട്ടോ. അപ്പം എന്താണെങ്കിലും നമുക്ക് ഒന്നിലധികം വണ്ടികൾ, അതും മോഡിഫൈ ചെയ്ത വണ്ടിയുണ്ട്, ഇന്ത്യൻ സ്കോർപിയോ ഉണ്ട്, ഒരുപാട് വണ്ടികൾ കാണാം. വണ്ടി പ്രേമികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. സ്റ്റേ ട്യൂൺ ആണ്. സനാൻ ഏകദേശം 1 കൊല്ലമായിട്ട് വണ്ടി ഓടിച്ചിങ്ങ് വന്നു കേട്ടോ. ഈ വണ്ടിയാണ് അവൻ വീട്ടിൽ നിന്ന് ഏകദേശം 1 കൊല്ലത്തിൽ കൂടുതലായി റോഡിൽ ഓടിച്ചാണ് ഇന്ന് അമേരിക്ക എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഫിലാഡൽഫിയയിൽ എത്തിക്കുന്നത്. അടിപൊളി കാണാനുണ്ട്. കാനഡ വന്ന കണ്ടു, ഇവിടെ ന്യൂയോർക്കിൽ വന്ന കണ്ടു. ന്യൂയോർക്കില് AML ഓഫീസേഴ്സിന്റെ കൂടെ ഒക്കെ ഉള്ള കറക്കം കണ്ടു. ഇപ്പൊ ഇവിടെ ഫിലിയിലും AML അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് പോലീസിന്റെ കൂടെ ഒക്കെ കറങ്ങുന്ന കണ്ടു. എങ്ങനെയുണ്ട് അമേരിക്ക? കണ്ടിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ, ഇഷ്ടപ്പെട്ടു. ഈ യാത്ര തുടങ്ങിയപ്പോ ശരിക്കും അമേരിക്ക പ്ലാനിലുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ഇനി ആദ്യത്തെ വീഡിയോ ലണ്ടൻ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ കിട്ടുന്ന അനുസരിച്ച് ഇനി യാത്ര കൂടും. ഇനി അടുത്ത രാജ്യം എങ്ങോട്ട് പോകാൻ? ഓസ്ട്രേലിയ. ഓക്കെ, അടിപൊളി. അപ്പൊ സിനാന് ഞാൻ ഇത്ര മലയാളത്തെ സംസാരിച്ചേ. നാടെവിടെയാ? മംഗലാപുരം. മലയാളിയല്ല, കർണാടകക്കാരനാണ്. പക്ഷെ മലയാളം അറിയാം. ഇങ്ങനെ മലയാളം അറിയുന്നത് കൂടെ പഠിച്ചു. നമ്മള് വേറെ മലയാളമാണ് ആ ഭാഷ സംസാരിച്ചേ. നിങ്ങൾ മലയാളം സംസാരിച്ചേ. സുഖമാണോ? എന്തൊക്കെയുണ്ട്? അല്ലെങ്കിൽ എന്താ, എങ്ങനെ യാത്ര എങ്ങനെയായിരുന്നു? നിങ്ങളുടെ പറയക്കത്തില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പൊ കൂട്ടുകാരിൽ നിന്ന് മലയാളം പഠിച്ചാണ്. ആരാണ്? ആരാ പഠിപ്പിച്ചത്? ദുബായിലുണ്ടായിരുന്നു. ഓക്കെ, മലപ്പുറംകാരാണോ? മലപ്പുറം. അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ ചെറിയ കണക്ഷൻ ഉണ്ട്. ഞാൻ മലപ്പുറംകാരനാണ്. മലപ്പുറംകാരനെ മലയാളം പഠിപ്പിച്ചത്. മലയാളം ഇഷ്ടമാണോ? അടിപൊളി. മലയാളി സെറ്റ് അല്ലേ? അതാണ് ഇവിടെ 4x4 ഫിലി ഗ്യാങ്ങിനെ നമ്മൾ കാണിച്ചു തരാൻ പോവാണ് അല്ലേ. കൂടുതൽ നമുക്ക് സിനാന്റെ വിശേഷങ്ങളും സിനാന്റെ വണ്ടിയും കാണാം. ഇത്രയും ദൂരം കടന്നു വന്ന തന്റെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ തന്നെ എന്തായാലും എക്സ്പ്ലോർ ചെയ്താൽ ശരിക്കും കണ്ടേക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു. തുടക്കത്തിൽ പറഞ്ഞു ഇവിടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാട്ടോ. മഴയാണെങ്കിലും നമ്മൾ പരിപാടി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സിനാന് നാളെ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് വാഷിംഗ്ടൺ DC പോകേണ്ടതാണ്. വേറെ പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് തന്നെ. അതുകൊണ്ട് തന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും പരിപാടി തന്നെയാണ്. സമയം ഇച്ചിരി മാറി നമ്മുടെ വണ്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗ്യാങ്ങിലെ പല വണ്ടികൾക്കും അവരുടെ ജോലി അനുസരിച്ച് അവർ വരുന്നതായിരിക്കും. അപ്പോൾ വന്ന വണ്ടികൾക്ക് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കണ്ടോക്കാം അല്ലേ. അതിൻ്റെ അതിലൊരു
ഞാൻ നമ്മുടെ ഫിലിപ്പ് 4x4 പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫിലി ഗ്യാങ്ങിലെ 4x4 കുറച്ച് വണ്ടികളാട്ടോ. ഇവിടെ ഉള്ള ലോക്കൽ വണ്ടികളാണ് വന്നിരിക്കുന്ന ആൾക്കാരുടെ. ഒരുപാട് ജീപ്പുകളുണ്ട്, റൂബിക്കോൺ ഉണ്ട്, അതേപോലെ നമ്മുടെ ടൊയോട്ടയുടെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡിഫറെന്റ് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത വണ്ടികളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആണ്. വെയിലും മഴയാണെങ്കിലും ഗ്യാങ് എന്ന് പറയുന്ന സംഭവം ഒന്ന് മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരും. സെനാന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്കോർപ്പിയോ അങ്ങ് കിടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ ഇവരുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എങ്ങനെ പോകുന്നു നോക്കാം. ഓരോരുത്തർ സെനാനോട് എങ്ങനെയാണ് ട്രിപ്പും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും കേട്ടോ. എങ്ങനെയാണ് കാർഗോ ചെയ്തത്, എങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നു, എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്തതെന്ന് ചോദിച്ചറിയാണ്. ശരിക്കും നമ്മളുടെ ഓരോരുത്തരുടെ ഒരു ഡ്രീം തന്നെയാണ് ഇതുപോലെ വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ട്രിപ്പ് പോകണം. ഇതൊക്കെ ഓഫ് റോഡിങ് ഇവിടെ അടിക്കുന്ന വണ്ടികളാണ്. ഇവരെല്ലാം സ്നോ വരുമ്പോൾ ഒക്കെ ഓഫ് റോഡിങ്ങിലും സ്നോ വീലിങ്ങിനൊക്കെ പോകുന്ന വണ്ടികളാണ്. കൂടുതൽ ഇതേപോലെ ലോകം ചുറ്റാൻ നമുക്കും ആഗ്രഹങ്ങളുണ്ട്. സിനാൻ ശരിക്കും ട്രൂ ഒരു മോട്ടിവേഷൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. അപ്പൊ അവനെ കാണാനും അവനെ മീറ്റ് ചെയ്യാനും ഇവിടെയുള്ള ഫിലി 4x4 ഗ്യാങ് എല്ലാം വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം 10-20 വണ്ടികൾ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് മഴയാണ്, മഴ കാരണം നമുക്ക് ഓരോ വണ്ടികളെ ഇറങ്ങി കാണിക്കാനുള്ള ഒരു സമയം കുറവുകളുണ്ട്. എന്താണെങ്കിലും വണ്ടി പ്രേമികൾക്ക് ഈ വണ്ടികളെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇനി എടുത്തെടുത്ത് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ജീപ്പിന്റെയും റൂബിക്കോണിന്റെയും ഒക്കെ ഒരുപാട് വെറൈറ്റി. ഞാനേ ഏകദേശം ഒരു എത്ര രാജ്യം കവർ ചെയ്തു ഇപ്പോ? 50 അമേരിക്ക എത്തി. അപ്പൊ ഏകദേശം ഒരു കൊല്ലം നീണ്ട യാത്രയായിരുന്നു അല്ലേ? ഇനിയും ട്രാവൽ മുന്നോട്ടുണ്ട്. കടന്നു വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യം എന്ന് പറയാം, ഇനിയും വീണ്ടും പോകാൻ ചാൻസ് കിട്ടിയാൽ പോകാൻ കുറെ രാജ്യങ്ങളുണ്ട്. ഓക്കെ, എന്നാലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അടിപൊളി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഈ ഡ്രൈവ് ചെയ്ത് വന്നു. നമ്മൾ ഇന്ത്യൻ നിർമ്മിതമായ സ്കോർപ്പിയോ ആണ്. വന്നു വഴിക്ക് എന്തെങ്കിലും പണി കിട്ടുമോ? എങ്ങനെയുണ്ട്? സേഫ് ആയിരുന്നു? റോഡിൽ വണ്ടി ചലിച്ചിട്ടില്ല? ഇല്ല. അതാ വണ്ടി പ്രാന്തമാക്കി അറിയേണ്ട കാര്യം അല്ലേ? നിങ്ങള് മറ്റുള്ള ബ്രാൻഡ് ഒഴിവാക്കി നമ്മൾ മഹീന്ദ്ര എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇപ്പം കാനഡ ടച്ച് ചെയ്തു, യൂറോപ്പ് കൺട്രീസ് ഒക്കെ ടച്ച് ചെയ്തു. ഡ്രൈവിംഗിൽ റോഡ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫെസിലിറ്റി ഇഷ്ടപ്പെട്ട, ട്രാവൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡ് ഡ്രൈവിംഗ് യൂറോപ്പ് ഒരുപാട് നല്ലതാണ്. യൂറോപ്പിലെ കൺട്രീസ് ഒക്കെ നല്ല സ്ഥലമാണ്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ US റോഡ് കൊള്ളാം, കാനഡ റോഡ് അത്ര പോരാ. അങ്ങനെ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, നമുക്കൊന്ന് വണ്ടി ഒന്ന് ടൂർ ചെയ്താലോ? നാട്ടിൽ നിന്ന് വരിക. അപ്പം ഇത്രയും ഒരു കൊല്ലത്തോളം താമസിച്ചു അല്ലേ? വലിയ കാര്യങ്ങളും ചെയ്തിട്ടില്ല, മോഡിഫിക്കേഷൻ സ്റ്റോക്ക് വണ്ടിയാ. ഓക്കെ, പിന്നെ നമ്മള് ഫ്രണ്ടിൽ കാണുന്ന സെയിം സാധനങ്ങളേ ഉള്ളൂ. നമ്മളെന്താ പറയാ, സ്റ്റോക്ക് വന്ന സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നില്ല. പിന്നെ ബാക്ക് നമ്മൾ ഇതെല്ലാം മാറ്റിച്ച് ബെഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകമായിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അപ്പൊ ഒന്ന് കിടക്കണമെങ്കിലൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. അത്രേ ഉള്ളൂ. വണ്ടി എക്സ്ട്രാ ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ചാർജിങ് ബാറ്ററി ഒന്നുമില്ല. സ്റ്റോക്ക് വണ്ടിയാ, നേരെ എടുത്ത് നേരെ പോകുന്നു. ഇവൻ ടയേഴ്സ് മാത്രമേ ഓഫ് റോഡിങ് ആക്കിയിട്ടുണ്ടാവും. ഓഫ് റോഡിംഗ് അല്ല, നോർമൽ ടയേഴ്സ് തന്നെ. ഈ ഒരു കൊല്ലത്തെ ട്രാവൽ ടയർ എത്ര വട്ടം മാറി? ഒരു വർഷം മാറ്റുള്ളൂ. ഓക്കെ, ഒരു ടയർ നല്ല ഓടല്ല, ഏകദേശം 50-60 ഒക്കെ ഓടും. 40-35 മാറ്റി. ഓക്കെ, പുതിയ ടയർ. ഓക്കെ, കൂട്ടത്തിൽ മേളില് ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, സൈക്കിളൊക്കെ ഉണ്ടല്ലോ. സ്റ്റോറേജ് ബോക്സാ. ഓക്കെ, ഓൾ വെതർ സ്റ്റോറേജ് ബോക്സ് ആയിരിക്കും അല്ലേ? ഇപ്പൊ എല്ലാം പൊട്ടിപ്പോയി. ഈ കാർഗോ ചെയ്യുമ്പോൾ അത് ഊരി വെക്കേണ്ട ആവശ്യമുണ്ടോ? കാർഗില്ല, അങ്ങനെ വലിയ കാർഗും ചെയ്തിട്ടില്ലല്ലോ. ചെറുതായിട്ടുള്ളൊരു കണ്ടെയ്നർ കയറ്റി വിട്ടുന്നല്ലാണ്ട്. അപ്പൊ എത്ര വട്ടം ഇത് ഇപ്പം ഷിപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാതെ? ഡ്രൈവ് ചെയ്ത് 2 പ്രാവശ്യം ചെയ്തു. നാട്ടിൽ നിന്ന് ദുബായ് വരെ ചെയ്തു, പിന്നെ UK കാനഡ വരെ ചെയ്തു. അടിപൊളി. ഓക്കെ, ready to forget now. I'm not ready yet, ready to forget.
പ്ലസ് ഒന്ന് പറ സംഭവം എങ്ങനെ വണ്ടിയാണ് ജീപ്പ് കണ്ട് ഇങ്ങനത്തെ ഇതേ മേടിക്കാവും അല്ലേ? മേടിക്കാണ് ഇതേ മേടിക്കാവും. സിനാൻ നമ്മുടെ ടൊയോട്ടയുടെ സെക്വ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സെക്വ കാണും കേട്ടോ. ഞാണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടോ? യൂട്യൂബ് വരണോ? ണ്ടല്ലോ നമ്മൾ ഫ്ലാഗൊക്കെ ഹോസ്റ്റ് ചെയ്തു. നല്ല മഴയാണ്, വണ്ടികളൊക്കെ മെല്ലെ പോകാൻ തുടങ്ങി. നമ്മൾ വേക്ക് ചെയ്യുന്ന ഒരു വ്യൂ കൂടെ അങ്ങ് എടുക്കുകയാണ്. ഓരോ വണ്ടി നല്ലപോലെ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് വീഡോ, ടൊയോട്ടയുടെ സെക്വ ആണ് കിടക്കുന്നത്. GT, വേറൊരു GT കിടക്കുന്നു. നമ്മുടെ ജീപ്പുകളെല്ലാം കിടക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക ഫൈനൽ ടച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ. ജെഫിൻ എങ്ങനെയായിരുന്നു പരിപാടി? എങ്ങനെയായിരുന്നു? വന്നില്ലെങ്കിൽ നഷ്ടമല്ലേ ബ്രോ? ഹൗ വാസ് ദ ഇവന്റ്? ഗുഡ്, എൻജോയ്. ഷൈൻ ബ്രോ, നല്ല ഹോസ്റ്റിംഗ് ആയിരുന്നു. എല്ലാ ഹോസ്റ്റിംഗ് ആയിരുന്നു, അടിപൊളി. ഫിലി 4x4 ഗ്യാങ്ങിന്റെ കൂടെ ഉള്ള ഇവന്റോടെ തീരാൻ പോവാണ്. സിനാന അടുത്ത പരിപാടി ഉണ്ട്. അതിന് മുമ്പ് എങ്ങനെയുണ്ട് സിനാന? എങ്ങനെയുണ്ട് ഇവിടുത്തെ വരവേൽപ്പം? കണ്ടായിരുന്നു ഫിലി ഗ്യാങ്ങിന്റെ
അടിപൊളിയായി. ഇതൊരു പഞ്ചായത്ത് വേറെ പറഞ്ഞ പോലെ നമ്മളെ മലയാളികളെ ഫുള്ള് കണ്ടു. വന്ന വഴിക്ക് അവിടെ ഇത്ര അധികം മലയാളീസിനെ കണ്ടോ? കണ്ടിട്ടുണ്ട്. ഇത്രയില്ലായിരുന്നു. യങ്സ്റ്റേഴ്സ് അല്ലായിരുന്നു. ഇനി ഈ വീഡിയോസും ത്യാഗെല്ലാം വരുമ്പോൾ ഇനി ഒരുപാട് മലയാളീസിനെ കാണാൻ വരട്ടെ. പോകുന്ന യാത്രയൊക്കെ ഇത് ഒരുപാട് രാജ്യങ്ങൾ കാണാൻ വരട്ടെ. അടിപൊളി. താങ്ക് യു ഫോർ ടൈം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ഇവന് ഫിലി 4x4ന്റെയും നമ്മുടെ സിനാന്റെ സ്കോർപിയോ ഒക്കെ നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്തു. നമ്മൾ ഇവന്റെ അടിപൊളി വരുന്നു കേട്ടോ. മഴയാണെങ്കിൽ ഒരുപാട് പേര് വീണ്ടും വന്നു, വണ്ടികളെ കുറെ വന്നു, എത്ര എണ്ണി പോയില്ല കേട്ടോ. സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. ഇവനൊക്കെ അടിച്ചു പൊളിച്ചു ശരിക്കും. ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്.